കസീർ ഇബ്നു ഖൈസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. അതിനകത്ത് അതിനകത്ത് അബൂ ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം ദമസ്കസിലുള്ള ഒരു പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറയാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിറ്റിയിൽ നിന്ന്, അതായത് എവിടെയാണ്, മദീനയിൽ നിന്ന്, അല്ലെ, മദീനയിൽ നിന്ന് വരാണ്. എന്തിനു വേണ്ടിയാ വന്നത്? കച്ചവടം ചെയ്യാനാണോ? അല്ല. അല്ലെ, എന്തെങ്കിലും ഒരു ബന്ധുവിനെ വിസിറ്റ് ചെയ്യാനാണോ വന്നത്? അല്ല. ഒരു വെക്കേഷന് വേണ്ടിയിട്ടാണോ വന്നാൽ? അല്ല. എന്തിനു വേണ്ടി? ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് അന്നത്തെ കാലത്ത്, അതും അന്ന് പ്ലെയിനിലല്ല, ട്രെയിനിലല്ല, ബസ്സിലല്ല, അല്ലെ, അങ്ങേയറ്റം പ്രയാസമേറിയ ഒരു ജേർണിയാണ്. എന്തിനു വേണ്ടിയിട്ട്? അബൂ ദർദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം പണ്ട്, അല്ലെ, നമ്മുടെ പൂർവികന്മാര് ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും അല്ല ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്ത് മാസങ്ങളോളം ഒക്കെ യാത്ര ചെയ്തിട്ട്, അല്ലെങ്കിൽ ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ടാണ് അവർ ഹദീസുകൾ പഠിച്ചിരുന്നത്. അതിന് അവരുടെ ജീവിതം മുഴുവനും സുബ്ഹാനല്ലാഹ് എവിടെയാണ് ഹദീസിന്റെ ഇൽമുള്ളത് അവിടെ അവര് അന്വേഷിച്ചു പോവുമായിരുന്നു, അല്ലെ. അപ്പം അത് നമ്മുടെ ദീനിന്റെ ട്രഡീഷന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ദീനിലെ ഇൽമ തേടിയിട്ട് അതിന് നമ്മൾ സഞ്ചരിക്കുക, യാത്ര ചെയ്യുക, നമ്മുടെ വീടിന്റെ കംഫർട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഇൽമ തേടാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലെ, നമ്മൾ നമ്മളുടെ വീടിന്റെ കംഫർട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ വിരൽത്തുമ്പിൽ നിന്ന് ഇൽമ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നന്ദിയുള്ളവരായിരിക്കും, അല്ലെ, അൽഹംദുലില്ലാഹ്. ആൻഡ് അടുത്തത് നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് സ്ട്രൈവ് ചെയ്യുക. എത്രത്തോളം പ്രയാസപ്പെട്ടാലും നമ്മൾ സ്ട്രൈവ് ചെയ്യുക. കാരണം പ്രയാസം തന്നെയാണ്. കാരണം നമ്മളെ ചുറ്റുപാടുമുള്ള ഇന്നത്തെ ദുനിയാവ് എന്ന് പറയുന്നത് അങ്ങേയറ്റം മാറിയിട്ടുണ്ട്. നമ്മൾ തന്നെയും ഒരുപാട് ഫിത്നകളിലും ടെംപ്റ്റേഷൻസിലുമാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ശരിക്കുള്ള ജിഹാദ് നഫ്സ് നമ്മൾ ചെയ്തെങ്കിലേ ഈ കാര്യങ്ങൾ നമ്മൾ ഈ വീട്ടിൽ സുഖിച്ചിരുന്നിട്ട് പഠിച്ചെടുക്കുന്ന ഈ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പഠിക്കാൻ ഭയങ്കര എളുപ്പമായി മാറിയിട്ടുണ്ട്, അല്ലെ. ഒരു ഹദീസിന് വേണ്ടിയിട്ട് മാസങ്ങളോളം സഞ്ചരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഇരുന്നിടത്ത് നിന്ന് ഒരു വിരൽ കൊണ്ടൊന്ന് തട്ടിയാൽ ലേൺ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ സുഖം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ജിഹാദ് നടത്തുക തന്നെ വേണം, അല്ലെ. അങ്ങനെ നമ്മൾ ലോകത്തിന് മോഡലാവണം. എന്നിട്ട് ലോകത്തിനോട് വിളിച്ചു പറയണം, യെസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന ഇന്നത്തെ കാലത്തും ജീവിക്കാൻ പറ്റുന്ന സുന്നത്താണ്, അല്ലെ. പലരും പറയാറുണ്ട് ഔട്ട്ഡേറ്റഡ് ആണ്, പല നിയമങ്ങളും ഔട്ട്ഡേറ്റഡ് ആണ്, ഇന്നത്തെ കാലത്ത് നടക്കൂലെന്ന്. അപ്പൊ നമ്മളത് പ്രാവർത്തികമാക്കിയിട്ട്, അത് എത്രത്തോളം നമ്മൾ പെട്ടെന്ന് ശ്രമിക്കുന്നോ അത്രത്തോളം നമുക്കത് പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ പറ്റും. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. ഓരോ സ്റ്റെപ്പിലും ഓരോ സ്റ്റേജിലും പ്രയാസങ്ങളുണ്ട്, അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖോട് കൂടി, അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി അതിൽ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ദുനിയാവിന് കാണിച്ചു കൊടുക്കാം. ആൻഡ് അതിന്റെ പ്രയോജനങ്ങളും അവർക്ക് കാണണമെങ്കിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, അല്ലെ. പലപ്പോഴും പലരും സുബ്ഹാനല്ലാഹ് പലതും ഇത് പറ്റൂല എന്ന് അവിടെ പറഞ്ഞു വെക്കുമ്പോൾ ആരും അങ്ങനെ ജീവിക്കാതിരിക്കുമ്പോൾ അതിന്റെ പ്രയോജനങ്ങൾ പോലും ആൾക്കാർ കാണാതെ പോവാണ്. അപ്പൊ നമ്മൾ ചിലരെങ്കിലും അത് തീരുമാനിച്ച് പഠിച്ച് ഇറങ്ങി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, ആ പ്രാവർത്തികമാക്കുന്നതിന്റെ എല്ലാ സ്ട്രഗിളുകളും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സഹായത്തോടു കൂടി നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രയോജനം ദുനിയാവിന് കാണിച്ചു കൊടുക്കുമ്പോൾ നോ ഡൗട്ട്, ഒരു സംശയമില്ല, ആളുകൾ യെസ് ഇതുകൊണ്ട് കാര്യമുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവും. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദഅവയാണ് അതല്ലേ. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പോൾ നമുക്ക് അവരുമായിട്ട് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഹദീസിനു വേണ്ടി സഞ്ചരിച്ച് അവരുമായിട്ട് മത്സരിക്കാൻ ആകെ നമ്മുടെ മുമ്പിലുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് കാൽനടയായിട്ട് എവിടെയെങ്കിലും പോകാനില്ല, അല്ലെ. ഇനി സുബ്ഹാനല്ലാഹ് നമുക്ക് പള്ളികളിലോ അല്ലെങ്കിൽ നാട്ടിലോ ഓഫ്ലൈൻ ക്ലാസ്സുകളിലോ പോകാൻ പറ്റും, പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഓക്കെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളും, അതായത് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താവുന്ന രീതിയിൽ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഹയർ, ആ ഒരു പ്രതിഫലമെങ്കിലും നമുക്ക് നഷ്ടപ്പെടുത്തണ്ട. ഇനി അതില്ല, വീട്ടിലിരുന്നിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തിട്ടാവണം നമ്മൾ അവരുമായിട്ട് മത്സരിക്കേണ്ടത്. ആ പ്രതിഫലത്തിന്റെ ഒരു അംശമെങ്കിലും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ വരും, ആളുകൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തും. കാരണം
ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുവോ, ഇത് അവിടെ നടക്കൂല, എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്, നീ ഒരാൾ മാത്രം എന്തിനാ ഇങ്ങനെ, ഒക്കെ പലതും പറയും. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി കഴിച്ചാൽ ജീവിതം ഭയങ്കര തിരക്കുള്ളതാവും, കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതിനെ ഡീൽ ചെയ്യേണ്ടി വരും. ഇനി പഠിക്കാൻ വേണ്ടി ക്ലാസ്സിൽ പോലും റെഗുലർ ആയിട്ട് എത്ര എളുപ്പമെന്ന് പറഞ്ഞോട്ടെ, ഏത് വിരൽത്തുമ്പിലാന്ന് പറഞ്ഞോട്ടെ, ക്ലാസ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പോകുന്ന കാരണങ്ങൾ അല്ലെ പലതും, ചിലപ്പോൾ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഈമാന്റെ കുറവോ ഒക്കെ കാരണമാവാം. പക്ഷെ എന്തെന്നെ ഉണ്ടായിക്കോട്ടെ തീരുമാനിക്കുക, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിരന്തര സഹായം തേടിക്കൊണ്ടിരിക്കുക. കാരണം അത് വേർത്താണ്. എന്തുകൊണ്ടാണ് അത് വേർത്താവുന്നത്? ഇവിടെ അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു കാര്യം അല്ലെ, അദ്ദേഹം ഈ വന്ന ആളെടുത്ത് പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്ത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അല്ലെ, ആര് ഇൽമ തേടിക്കൊണ്ടുള്ള ഒരു പാതയിലായിരിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അപ്പൊ നമ്മൾ ഒരു ഹദീസ് തേടിയിട്ട് അല്ലെ, നമ്മളെ വീട് വിട്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അൽഹംദുലില്ലാ, ഇനി വീട്ടിൽ ഇരുന്ന് തന്നെയാണെങ്കിലും അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ നമ്മൾ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് നീയത്ത് വെച്ച് നമ്മളുടെ പ്രയാസങ്ങളൊക്കെ ഫൈറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അതുപോലെ സൂറത്ത് ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആല അടുത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പറയാറുണ്ട് അല്ലെ, ഓരോ നമസ്കാരത്തിലും ഓരോ റക്അത്തിലും നമ്മളത് പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഫാത്തിഹയിൽ ഈ ഒരു അത് ഫാത്തിഹ ഇല്ലെങ്കിൽ നിസ്കാരമേ ഇല്ല അല്ലെ. അപ്പം അള്ളാഹിന്റെ അടുത്ത് അങ്ങനെ ഒരു സ്ട്രെയിറ്റ് പാത്ത് നമ്മൾ ചോദിക്കുമ്പം ആ ഒരു വഴി അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തരുന്നത് എങ്ങോട്ടുള്ള വഴിയാണ്? സ്വർഗത്തിലേക്കുള്ള വഴിയിലെ. അപ്പം ഓരോ വക്തും നമ്മൾ ചോദിക്കുന്ന ആ വഴി, അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുന്നതിനുള്ള മറുപടി കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇതുപോലെയുള്ള പല വഴികളിലേക്കും അൽഹംദുലില്ലാ എത്തിക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് അന്വേഷിച്ച് പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിന് മുന്നോട്ടുള്ള ആ ഒരു പോക്കും, സ്വർഗം അന്വേഷിച്ചുള്ള പോക്കും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും. സുബ്ഹാനല്ലാഹ്. ശരിക്കും അള്ളാഹ് തന്നെ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ഫാത്തിഹ ഓതിപ്പിച്ചിട്ടില്ലേ, അള്ളാഹ് തന്നെ നമ്മളെ കുട്ടികളുടെ അടുത്ത് നീ ചോദിക്കുന്ന ഞാൻ തരാന്ന് പറയുന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹ് തന്നെ നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വഴിയും കാണിച്ചു തരും. എന്നിട്ട് ആ വഴിയിലേക്ക് നമ്മളൊന്ന് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള യാത്ര അള്ളാഹ് എളുപ്പമാക്കിയും തരും. ശരിക്കും അത്രയും ധാർഷ്ട്യവും അത്രയും എന്താ പറയാ വിമുഖതയൊക്കെ ഉണ്ടെങ്കിലേ ഈ ഒരു വഴിയിൽ വന്നിട്ട് നമ്മൾ തിരിഞ്ഞു പോവുള്ളൂ അല്ലെ. അത്രയും നമ്മളെ മനസ്സ് കുടിലായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല കാക്കട്ടെ. കാരണം അള്ളാഹ് അങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ചോദിച്ചു കിട്ടാൻ വേണ്ടി കാത്തിക്കുന്നത് പോലെയാണ് നമുക്ക് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിലേക്ക് അത്രയും മേൽമ എത്തിയിട്ട് നമ്മൾ അതിനെ പ്രാവർത്തികമാക്കാൻ ആക്കൂല എന്ന് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടക്കാരും നമ്മൾ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഇൽമ തേടി പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ വഴിയിൽ നടക്കേണ്ട വഴിയും അള്ളാഹ് കാണിച്ചു കൊടുക്കും. ആ വഴി അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യും അല്ലെ. സഹല എന്ന് പറഞ്ഞിട്ടുള്ളത് എളുപ്പമാക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ഒരു വഴി തേടി പോകുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല, അതായത് ഇൽമിന്റെ വഴി ഇപ്പൊ തേടി ഇൽമ നേടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ റാങ്കും ദറജയും ഉയർത്തുന്ന പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് മുജാദിലയിൽ യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം വിശ്വാസവും ഇൽമും ഒരാളുടെ സ്റ്റേറ്റസ് ഉയർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹദീസിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ് അല്ലെ. എന്നാലും ആ ഹദീസിന്റെ കണ്ടിന്യൂഷനിൽ നമ്മൾ എന്താ കാണുന്നത്? മലായികത്ത് അവരുടെ ചിറകുകൾ താഴ്ത്തുന്നു. ആർക്ക് വേണ്ടിയിട്ട്? താലിബുൽ ഇൽമിന് വേണ്ടിയിട്ട് അല്ലെ. ഇൽമ തേടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്റ്റേറ്റസ് എന്താണ്? നമ്മളിപ്പോ കണ്ടു, അള്ളാഹുവിന്റെ അടുത്ത് ഭയങ്കര ഉയർന്ന സ്ഥാനമാണ് അല്ലെ. നമ്മൾ പൊതുവെ ഉയർന്ന സ്ഥാനം ഉള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് ചില രീതികളൊക്കെ ഉണ്ട് അല്ലെ. നമ്മൾ നാട്ടിൽ പറയും മടക്കു തഴിച്ചിട്ടിടാന്ന്, മുണ്ട് മടക്കി കുത്തിയത് താത്തയിടും അല്ലെ. അതുപോലെ ഒരു റെസ്പെക്റ്റിന്റെ ഓരോ രീതികളുണ്ട്. മലായികത്ത് എന്താ ചെയ്യുക? അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർന്ന ലെവലുള്ള ആളുകളാണ് ഇൽമ തേടുന്ന ആൾക്കാർ. അവരെ കാണുമ്പോൾ അവരുടെ ചിറകുകൾ താഴ്ത്തി അല്ലെങ്കിൽ വിരിച്ച് അവർക്ക് എന്താണ് റെസ്പെക്ട് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹിന്റെ മുമ്പിൽ ഉയർന്ന സ്ഥാനമുള്ള ആളുകളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർക്ക് ബഹുമാനം കൊടുക്കും. തുടർന്ന് ഹദീസിനകത്ത് പറയുന്നത്, ഇൽമുള്ള ഒരാള് ഓക്കെ ആ ആൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൽമ തേടുന്ന ആൾക്ക് വേണ്ടിയിട്ട് ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവർക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടും. സുബ്ഹാനല്ലാഹ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളും, ഏതറ്റം വരെ കടലിലുള്ള മീനുകൾ പോലും അവർക്ക് വേണ്ടി പാപമോചനം തേടും. സുബ്ഹാനല്ലാഹ്.
മാത്രമല്ല ഒരു അറിവുള്ള ഒരു അബദിന്റെ അറിവുള്ള ഒരു വേർഷിപ്പറിന്റെ ഒരു അബാത്ത് ചെയ്യുന്ന ആളുടെ ശ്രേഷ്ഠത അറിവ് ഇല്ലാതെ അബാത്ത് ചെയ്യുന്ന ആള് അപേക്ഷിച്ച് എന്തുപോലെയാണ്? ചന്ദ്രന് നക്ഷത്രങ്ങളെയും, അതായത് ചന്ദ്രന് മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ചുള്ള ശ്രേഷ്ഠത പോലെയാണ്. നമ്മൾ നല്ല ഫുൾ മൂണുള്ള ഒരു രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം കുറെ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടാവും അല്ലേ? പക്ഷെ ആരുടെങ്കിലും കണ്ണ് നക്ഷത്രങ്ങളെ മേലെ ഉടക്കാറുണ്ടോ? അന്നത്തെ ദിവസം ഇല്ല. നേരെ നമ്മൾ കാണാൻ ചന്ദ്രനെ മാത്രമാണ് അല്ലെ? അത് മാത്രമാണ് നമ്മളുടെ അറ്റൻഷൻ കിട്ടുക. അപ്പം അത്രയും സ്പെഷ്യൽ ആയിരിക്കും ഇൽമോട് കൂടി ഇബാദത്ത് ചെയ്യുന്നവരുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി മാത്രമല്ല അറിവുള്ള ആളുകൾ അല്ലെങ്കിൽ ഇൽമുള്ള ആളുകൾ എന്താന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ഹെയർസ് ആണ്. അതായത് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്കറിയാം പ്രവാചകന്മാര് അവർ മരിച്ചിട്ട് പോകുമ്പോൾ സ്വർണവും വെള്ളിയും സ്ഥലവും സ്വത്തും ഒന്നും അല്ല അല്ലെ, ദിർഹവും ദിനാറും ഗോൾഡും ഒന്നും അല്ല ഇട്ടേച്ച് പോയിട്ടുള്ളത്. അവരെന്താ ഇട്ടേച്ച് പോയിട്ടുള്ളത്? അവരുടെ ലെഗസി അല്ലെങ്കിൽ അവരുടെ അനന്തര സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇൽമാണ് അല്ലെ? അപ്പം ആ ഇൽമിൽ ഒരു അംശമെങ്കിലും നേടുക, അല്ലെങ്കിൽ ഒരു വലിയ അംശം, ഒരു വലിയ ഖൈർ അതിൽ നിന്ന് നേടാൻ പറ്റുക എന്ന് പറയുന്നത് അവരുടെ പ്രവാചകന്മാരുടെ അനന്തരാവകാശം നേടിയതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ശരിക്കും നിധി തേടാൻ വേണ്ടിയിട്ടാണ് ഇൽമ തേടാൻ വേണ്ടി വരുന്നത് അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള നമ്മളുടെ നിധിയിലേക്ക് വീണ്ടും വീണ്ടും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. സൂറ യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹുവ ഖൈറും മിമ്മ യജ്മഊൻ. അതാണ് അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്കറിയാം ഖുർആൻ അല്ലെ, ഖുർആനെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അറിവാണ്. ഹദീസോ ഖുർആന്റെ വിശദീകരണമാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആനോടൊപ്പം പോകേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ ഹദീസ് എന്ന് പറയുന്ന അറിവ് നേടുമ്പോൾ നമ്മൾ ശരിക്കും എന്താ നേടുന്നത്? ഖുർആനെ കുറിച്ചുള്ള കൂടുതൽ വിശദമായിട്ടുള്ള അറിവില്. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന കാര്യമാണത്. നമ്മൾ നിധികൾ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഐഹികമായ ടേംസിലല്ല, പാരത്രികമായിട്ടുള്ള ടേംസിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഇൽമ നേടുന്നതിലൂടെ അതിന്റെ എല്ലാ പ്രയോജനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എത്തിക്കട്ടെ. നമ്മുടെ നിയ്യത്ത് ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും ശുദ്ധമായിരിക്കാനുള്ള തൗഫീഖ് റബ്ബിൽ നിന്നുണ്ടാവട്ടെ. നമ്മൾ ഇവിടെ വരുമ്പം മലക്കുകൾ നമ്മൾ ചിറകുകൾ താഴ്ത്തി ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടട്ടെ. അതുപോലെ നമുക്ക് വേണ്ടി പല സൃഷ്ടികളും പാപമോചനം തേടുന്നു. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടട്ടെ. അതുപോലെ നമ്മളുടെ റാങ്കുകൾ അള്ളാഹിന്റെ മുമ്പിൽ ഒരുപാട് അങ്ങ് ഉയരട്ടെ. വലിയ ഏറ്റവും ഹയറായിട്ടുള്ള ആ ഒരു സമ്പാദ്യത്തിൽ നിന്ന് നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് നമുക്ക് നേടാനും പറ്റട്ടെ.